ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSC യിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഡ്രൈവർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ആരുടെ വാക്കുകളാണിത്? മഹാത്മാഗാന്ധി. ഓപ്ഷൻ ഡി. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം നവംബർ 26. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. 1ഉം 3ഉം ആണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ ഏത്? കളവൻകോട്. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോട്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1ഉം 3ഉം ആണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ 1ഉം 3ഉം ആണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1 ഡി. വക്കം അബ്ദുൽ ഖാദർ മൗലവി, കേരള മുസ്ലിം ഐക്യസഖ്യം. 2 സി. അയ്യങ്കാളി, സാധുജന പരിപാലന യോഗം, വൈകുണ്ഠസ്വാമികൾ. 3 എ. സമത്വ സമാജം, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. 8. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല പ്രാഥമിക മേഖല. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. 1 ബി. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. ഓപ്ഷൻ സി ആണ് വരുന്നത്. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. 1ഉം 3ഉം ആണ് വരുന്നത്. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ആയുർദൈർഘ്യം. ഇത് രണ്ടുമാണ് മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി. ഓപ്ഷൻ സി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് വരുന്നത്. കരിമ്പ് ഉത്തർപ്രദേശ്, തേയില ആസാം, ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? 4 മാത്രമാണ് ശരി. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. നെക്സ്റ്റ് 1. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയൻ. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം, ഓപ്പറേഷൻ ഫ്ലഡ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മൗലിക അവകാശമല്ലാത്തത്? ഓപ്ഷൻ ഡി. സ്വത്തവകാശം. 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം സി ആണ് വരുന്നത്. 1 മാത്രം. അതേതാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റിൽ നിക്ഷിപ്തമാണ്.
ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കോട്ടയം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത്? നാഷണൽ വാട്ടർവേ നമ്പർ 3, ഓപ്ഷൻ ബി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഉത്തരായന രേഖ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ചാലക്കുടി പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരി. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശ്. ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത്? എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്. ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? കൃഷ്ണ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്? വളപട്ടണം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായൽ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ. ഓപ്ഷൻ എ. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ലാക്റ്റിക് ആസിഡ്. ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏത്? ക്യാൻസർ. ECGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോകാർഡിയോഗ്രാം. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ഓപ്ഷൻ ഡി. ആഹാര സ്വീകരണം, ദഹനം, ആഗീരണം, സ്വാംശീകരണം. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? പോപ്പി ചെടി. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം എംഫിസീമ. ജീവകം എ നിശാന്തത. ഓപ്ഷൻ 1, 3. ജീവകം ബി ബെറിബറി 2, 1. ജീവകം സി സ്കർവി. ജീവകം ഡി റിക്കറ്റ്സ്. ഓപ്ഷൻ സി ആണ് പറഞ്ഞത്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശ്വേതരക്താണുക്കൾ. 12,000 കിലോ അൺലാഡഡ് വെയിറ്റുള്ള റോഡ് റോളർ ഏത് വിഭാഗം വാഹനത്തിൽ വരും? മീഡിയം ഗുഡ്സ് വാഹനം. ചരക്ക് കയറ്റുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോയ്ക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഡാഷ് കാറ്റഗറി വാഹനങ്ങൾ നിർവചനത്തിൽ വരുന്നു? N3. ഓപ്ഷൻ എ. അപകട സാധ്യത നിറഞ്ഞ ചരക്ക് കയറ്റുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് പുതുക്കി നൽകിയ കാലാവധി 3 വർഷം. ഓപ്ഷൻ ബി. ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം മുകളിൽ കൊടുത്തിരിക്കുന്നവയല്ല. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുകവലിക്കുക, വാഹനം മോഷ്ടിക്കുക, ഗുഡ്സ് വാഹനങ്ങൾ അമിതഭാരം കയറ്റുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകുക. നെക്സ്റ്റ് വൺ. പബ്ലിക് സർവീസ് വാഹനത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന വാഹനം മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ഏതൊക്കെയാണ്? മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ്, സ്റ്റേജ് ക്യാബ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനം പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ. ഓപ്ഷൻ ഡി. ഈ റിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിൻ്റെ കാലാവധി 3 വർഷം. ഓപ്ഷൻ എ. ഗുഡ്സ് വാഹനങ്ങൾക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ ടെമ്പററി പെർമിറ്റ് നൽകാവുന്ന പരമാവധി കാലാവധി 1 വർഷം. നെക്സ്റ്റ് വൺ. ഡാഷ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു ഉചിതമായ ചൈൽഡ് റിസ്ട്രെയിൻറ്റ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്. 12 വയസ്സ്. ഓപ്ഷൻ സി. തൻ്റെ വാഹനം ഇടത്തേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർ ചെയ്യരുതാത്തത്? ഓപ്ഷൻ എ. സ്ലീപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത്. സിഗ്നൽ ലൈൻ നൽകുന്നതിന് വേണ്ടി മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആയ ഉപകരണം വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഡ്രൈവർ കൈകൊണ്ട് കൊടുക്കേണ്ട സിഗ്നൽ വേഗത കുറയ്ക്കുക. പെഡസ്ട്രിയൽ ക്രോസിംഗിലും അതിനു മുമ്പുള്ള ഡാഷ് മീറ്ററിലും വാഹനം നിർത്തരുത്. ഓപ്ഷൻ സി. 5. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴത്തുക? ഓപ്ഷൻ എ. 10,000 രൂപ. വാഹനം ഓടിക്കാൻ മാനസികമായോ ശാരീരികമായോ അനുയോജ്യമല്ലാത്തപ്പോൾ മോട്ടോർ വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴ 1000 രൂപ. സ്റ്റാർട്ടർ മോട്ടോർ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ ഏത് ഭാഗത്തെയാണ് കറക്കുന്നത്? ഫ്ലൈ വീൽ. ഓപ്ഷൻ സി. ഫ്ലൈ വീലിനോട് ഡാഷ് ചേർന്ന് കറങ്ങി തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലച്ച് ഡിസ്ക്. ഓപ്ഷൻ ബി. വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യം തലച്ചോറിലെത്തി തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കാൽ ബ്രേക്ക് ഇടലെടുത്താൽ
ബ്രേക്കിൽ എത്താൻ എടുക്കുന്ന സമയത്തെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നു. ഓപ്ഷൻ ബി. റോഡ് യൂസർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നവ മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഡ്രൈവർ, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, കാൽനടക്കാർ. ട്രാഫിക് കൺട്രോൾ സിഗ്നലിലെ ചുവന്ന ലൈറ്റ് മിന്നി പ്രകാശിച്ചാൽ വൈറ്റിന് അഭിമുഖമായി വരുന്ന വാഹനങ്ങൾ നിർത്തി കാൽനടക്കാർക്കും മേജർ റോഡിലെ വാഹനങ്ങൾക്കും മുൻഗണന നൽകി സിഗ്നൽ കടന്നു പോകാം. ഓപ്ഷൻ സി. സൈറനോ ഫ്ലാഷ് ലൈറ്റോ പ്രവർത്തിച്ച് നിൽക്കുന്ന എമർജൻസി വാഹനത്തിൽ നിന്നും അവയിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടാൽ മറ്റു വാഹനങ്ങൾ പാലിക്കേണ്ട ചുരുങ്ങിയ അകലം 50 മീറ്റർ. ഓപ്ഷൻ സി. ഫോഗ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യം ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ഹൈ ബീമിൽ ഇടണം. ഹിൽ ഡ്രൈവിംഗിൽ ചെയ്യരുതാത്ത കാര്യം ഇറങ്ങുമ്പോൾ വാഹനം ന്യൂട്രലിൽ ഓടിക്കുക. ഡ്രൈവിംഗിൽ MSM എന്താണ് സൂചിപ്പിക്കുന്നത്? കണ്ണാടി സിഗ്നൽ, വിദഗ്ധമായ നടപടി. കേരളത്തിലെ റോഡുകളിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗം 60 km/h. ദേശീയപാതയിൽ മീഡിയൻ ഡിവൈഡറോട് കൂടിയ റോഡിൽ ചരക്ക് വാഹനങ്ങളുടെ വേഗത പരിധി 80 km/h. സംസ്ഥാന പാതയിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളുടെ വേഗത പരിധി എത്രയാണ്? 50 km/h. മോട്ടോർ വാഹന നിയമത്തിൽ അമിതഭാരം കയറ്റാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത് ഏത് വകുപ്പിൽ പെടും? 113. അമിതഭാരത്തിൽ ഉള്ള ഒരു വാഹനം പരിശോധിക്കുന്നതിന് വാഹന പരിശോധന ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുള്ളത് മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പാണ്? 114. കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലൈൻ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? വാഹനം റോഡിൻ്റെ ഇടത് സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവറോ വാഹനത്തിൽ മറ്റാരെങ്കിലുമോ ഇറങ്ങി റെയിൽവേ ട്രാക്കിൻ്റെ 2 വശങ്ങളിൽ നിന്ന് ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓപ്ഷൻ സി. വാഹനത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ച് പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷ 3 മാസം തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും. ഓപ്ഷൻ ബി. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 185 അനുശാസിക്കുന്നതെന്ത്? മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. ഓപ്ഷൻ ബി. മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം ഓടിച്ച് ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ 3 മാസം തടവും അല്ലെങ്കിൽ 2000 രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും. വാഹനത്തിൽ അമിതഭാരം കയറ്റിൽ പിടിക്കപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? പിഴ കൊടുക്കുകയും ലൈസൻസിംഗ് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യാവുന്ന കുറ്റമാണ്. ഓപ്ഷൻ സി. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 184 പരിധിയിൽ വരാത്തത് ഏതൊക്കെയാണ്? ഹെൽമറ്റ് ധരിക്കാതെ 2 വീലർ ഓടിക്കുക. താഴെ പറയുന്നതിൽ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 134A പറയുന്ന ഒരു നല്ല സമരിറ്റൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 1, 4 ആണ് വരുന്നത്. CMVRS 168(5) പ്രകാരം എല്ലാ ആശുപത്രികളിലും ഡാഷ് കവാടത്തിലോ അനായാസം കണ്ണിൽപ്പെടുന്നതോ ആയ ഭാഗത്തോ ഹിന്ദി ഇംഗ്ലീഷ് ബോർഡ് സ്ഥാപിക്കേണ്ടതാണ്. ഒരു നല്ല സമരീറ്റൻ്റെ അവകാശങ്ങൾ. താഴെ പറഞ്ഞത് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി. ഒരു നല്ല സമരീറ്റൻ ഒരു അപകടത്തിൻ്റെ ദൃക്സാക്ഷിയാകാൻ സ്വയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളെ സാക്ഷി വിസ്താരം എത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ. തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി. താഴെ പറഞ്ഞത് ഏത് കുറ്റകൃത്യത്തിലാണ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്തത്? ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക. ഓപ്ഷൻ സി. ഏത് തരം വാഹനങ്ങളാണ് ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുള്ള? ഓപ്ഷൻ ഡി M, N. CMVR 138(3) പ്രകാരം മോട്ടോർ വാഹനത്തിൽ ഏതൊക്കെ സീറ്റിലാണ് യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത്? ഓപ്ഷൻ സി. വാഹനത്തിൻ്റെ മുൻ സീറ്റിലുള്ളവരും വാഹനത്തിൻ്റെ പിറകിലെ മുന്നിലേക്ക് അഭിമുഖമായി ഇരിക്കുന്ന സീറ്റിലെ യാത്രക്കാരും. വാണിംഗ് ട്രയാങ്കിൾ ചുവന്ന തിളക്കമുള്ള പ്രതലത്തോടു കൂടിയ ത്രികോണം. 4 വീലുകളുള്ള GMV 7.5 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങളിൽ എത്ര എണ്ണം വേണം? 2. GVW 7.5 ടണ്ണിന് മുകളിൽ ഉള്ള 4 വീലർ വാഹനങ്ങളിൽ CMVR 138(4) പ്രകാരം എത്ര ചോക്ക് ബ്ലോക്ക് ആവശ്യമാണ്? 2. 4 വയസ്സ് വരെയുള്ള കുട്ടികളെ 2 വീലർ യാത്ര ചെയ്യുമ്പോൾ വേഗത പരിധി 40 km/h. താഴെ പറയുന്നവയിൽ ഏത് ട്രാൻസ്പോർട്ട് വാഹനത്തിലാണ് സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ടത്? സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ. ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനങ്ങൾക്ക് ഒഴികെയുള്ള ഒരു വാഹനങ്ങൾക്കും താഴെ പറഞ്ഞ നിറം ഉപയോഗിക്കാൻ പാടില്ല. ഒലീവ് ഗ്രീൻ. വാഹനങ്ങളിലെ റിയർ അണ്ടർ പ്രൊട്ടക്റ്റ് ഡിവൈസിന് ഉപയോഗിക്കേണ്ട നിറങ്ങൾ ഏതെല്ലാം? മഞ്ഞോട് കൂടിയ വെള്ള സീബ്രകൾ.
സീബ്ര വരകൾ. MN തരത്തിൽ വരുന്ന വെടിയുണ്ട എടുക്കാത്ത തരം വാഹനങ്ങളെ ആർമൗഡ് വാഹനങ്ങൾ എന്ന് പറയുന്നു. ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിലാണ് സ്പാർക്ക് അറസ്റ്റർ ഘടിപ്പിക്കേണ്ടത്? ഗുഡ് ക്യാരിയേജ്. ഓപ്ഷൻ ബി. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.